From that energy, there is. ഋതിക മാഡം, ഫ്രൂട്ട്സ് നന്നായി ശ്രദ്ധിച്ച് പഠിക്കണേ. സാവധാനം മനസ്സിരുത്തി പതിയെ പഠിച്ചാ മതി. ഇത്തവണ നമ്മൾ എക്സാമിന് ജയിക്കും. ഓൾ ദി ബെസ്റ്റ്. ഈ കുട്ടിക്ക് ഇതെന്തു പറ്റി? എന്തെങ്കിലും ആവട്ടെ. അവൾക്ക് എന്താ ഇത്ര സന്തോഷം എനിക്ക് മനസ്സിലായി. ഇതെന്താ? ഫാൻ. ഇത് എന്തിനാന്ന്? ഇവിടെ കൊതുകിന്റെ ശല്യം ഉണ്ടെന്നേ. പിന്നെ കാറ്റും കുറവാണല്ലോ. മാഡം പഠിച്ചോളൂ. രാജു, നന്നായി പഠിപ്പിക്കണേ. എന്തേലും ആവശ്യമുണ്ടെങ്കിലേ ഋതിക മാഡം എന്നോട് പറഞ്ഞാ മതി. ശരി. മൊട്ട എന്നാ തോന്നുന്നു. ഐഷു, നല്ല വൃത്തിക്ക് എഴുത്. ഇതിനെന്താ കുഴപ്പം? തർക്കുത്തരം പറയാതെ മര്യാദക്ക് എഴുതുവേണ്ടേ? ജാതകങ്ങള് തമ്മിലേ 10 8 പൊരുത്ത. ഭഗവാനേ സ്വാമി, ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാല്ലേ? ആ അതെ, അളിയനെ ഫോൺ വിളിച്ചാൽ വരാൻ പറയാം. എന്നാ വരേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ. ആ എന്താ അച്ഛാ ഫോൺ വിളിച്ച് പറയുന്നു പറഞ്ഞത്? അത് നിന്റെ അപ്പച്ചിയുടെ കല്യാണ ചെക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അച്ഛൻ ഫോൺ വിളിച്ച് പറയാമെന്നാ പറഞ്ഞു. ഹായ്, അപ്പച്ചിയുടെ കല്യാണാണോ? മോളെ ഐഷു, ആ പുസ്തകം എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പൊക്കോട്ടെ. ശരി അച്ഛാ. ശരി. എന്തെങ്കിലും കരുതി വെച്ചിട്ടാണോ നിങ്ങൾ ഈ ധൃതി വെച്ച് കല്യാണം നടത്താൻ പോകുന്നത്? ആദർശ് നമ്മുടെ ചെക്കനല്ലേ. അവനങ്ങനെ സ്ത്രീധന തുകയുടെ കാര്യത്തില് ഡിമാൻഡ് ഒന്നും പറയത്തില്ല. ശങ്കുണ്ണിയമ്മാവനോ ആദർശമൊക്കെ പാവോ, പക്ഷേ അതുപോലെ അല്ല ഗിരിജയമ്മായി. അമ്മായി ഉറപ്പായും പണത്തിന്റെ കാര്യം സംസാരിക്കും. ചോദിക്കേണ്ടത് ചോദിക്കും. മോളെ പ്രിയേ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട കേട്ടോ. എനിക്ക് തരാനുള്ളത് പോലും തന്നു തീർത്തിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എവിടെ എപ്പ എന്ത് സംസാരിക്കണമെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ? ഇങ്ങനെയെങ്കിലും രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ശ്രമിക്കുമ്പോ അവളുടെ ഒരു വേദാന്തം. എന്താണ് എന്തെവിടെ ഒരു തർക്കം? തർക്കമൊന്നുമില്ലട മോനെ. ഞങ്ങള് ശ്രീയുടെ വിവാഹക്കാര്യം സംസാരിക്കായിരുന്നു. ശ്രീയുടെ വിവാഹകാര്യോ? അതെന്താ ഇത്ര തിടുക്കം കൂട്ടി ശ്രീയുടെ വിവാഹം നടത്തുന്നത്? തിടുക്കം കൂട്ടുന്നൊന്നുമല്ല. എല്ലാത്തിനും അതിൻ്റെതായ നേരവും കാലവും ഇല്ലേ മോനെ? ഇവൾക്ക് വിവാഹപ്രായമായി. ഈ പ്രായത്തിൽ നടക്കേണ്ടതല്ലേ വിവാഹം? പിന്നെ നിന്റെ അമ്മാവൻ വിളിക്കുമ്പോഴെല്ലാം ആദർശമായിട്ടുള്ള ശ്രീയുടെ വിവാഹക്കാര്യം പറയും. ആദർശനും വിവാഹപ്രായമായില്ലേ? അവര് പറയുന്നത് നമ്മളെ മാനിക്കണ്ടേ? എന്നിട്ട് ഇവളെന്ത് പറഞ്ഞു? ഇവളുടെ അഭിപ്രായം അറിയണ്ടമ്മേ. അവളെന്ത് പറയാനാ? അവക്ക് സമ്മതാ. അല്ലമ്മേ, വർമ്മ സാറ് ശ്രീയുടെ മുന്നോട്ടുള്ള പഠിത്തത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം കൂടി എന്നോട് സംസാരിച്ചു. ഇപ്പോ പെട്ടെന്ന് വിവാഹം എന്നൊക്കെ പറയുമ്പോ അതൊക്കെ അവൾക്ക് വിവാഹം കഴിഞ്ഞാലും പഠിക്കാം. ആദർശ് അതിനൊന്നും എതിരല്ല. കാശിന്റെ കാര്യമാണോ അമ്മേ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. ചേട്ടനോട് അമ്മ സംസാരിച്ചു മോനെ. ചേട്ടന് ഡിമാൻഡ് ഒന്നുമില്ല. ശ്രീയെ ആദർശിനെ ഏൽപ്പിച്ചാൽ മാത്രം മതിയെന്നാ ചേട്ടൻ പറഞ്ഞത്.
മോളെ ശ്രീ, നിനക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. അമ്മാവനും ആദർശനും മോളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ അവര് സ്ത്രീധനൊന്നും വേണ്ടെന്ന് പറയുന്ന. മോൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഏട്ടനറിയാം. ഈ വിവാഹത്തെക്കുറിച്ച് മോളുടെ അഭിപ്രായം എന്താ? ഇഷ്ടമാണെങ്കിലോ അല്ലെങ്കിലും അത് ചേട്ടനോട് ധൈര്യമായിട്ട് മോൾക്ക് തുറന്നു പറയാം. മോളുടെ അഭിപ്രായമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്ന. കാരണം ഇത് മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറയും മോളെ, മോൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. ശരി. അമ്മ എന്നോട് പെട്ടി പാക്ക് ചെയ്തോളൂ, ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. വളരെ ഈസിയായി അമ്മേനെ സേവ് ചെയ്തു. അമ്മാവൻ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ ശരിക്കും മനസ്സിൽ പോലും വിചാരിച്ചതേ ഇല്ല. ബട്ട് നമ്മുടെ പ്ലാൻ നടക്കില്ലല്ലോ അമ്മേ. ദാ പിടിച്ചോന്നും പറഞ്ഞ് അവര് ഋതികയുടെ നിശ്ചയം നടത്തും. അതിനു പിറകെ വിവാഹവും. വിവാഹം കഴിഞ്ഞാലുടൻ അവൾ അമേരിക്കയിലേക്ക് പറക്കും. സൽപുത്ര, മോനെ ദീപക്കേ, അമ്മയുടെ കയ്യിൽ അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? വിവാഹവും അവളുടെ അമേരിക്കയിൽ പോക്കൊക്കെ നടക്കണമെങ്കിലേ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണ്ടേ? അവളെ അമ്മ എവിടേക്ക് പറഞ്ഞു വിടുന്ന? അവളെ നമ്മളെ ജയിലിലാക്കുന്നു. ഒരു കേസ് അവളുടെ തലയിൽ കെട്ടിവെച്ച അവളുടെ വിവാഹവും മുടങ്ങും. അവൾ അമേരിക്ക പോയിട്ട് ജയിലിന്റെ മതിലിന് പുറം പോലും കാണാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോ ഒരു ബ്ലാക്ക് ഹിസ്റ്ററി ഉള്ള പെണ്ണിനെ ആരും വിവാഹം കഴിക്കാൻ വരാതെയാവും. അപ്പോ നീ അവക്കൊരു ജീവിതം കൊടുക്കും. സൂപ്പർ അമ്മേ, അത് കലക്കും. എന്താ മോളെ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? എന്താ മോളെ? അല്ല, നിങ്ങൾ രണ്ടാളും എന്താ ഈ സമയത്ത് ഇവിടെ? നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഞാൻ ഇവനെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. പ്രതാപൻ ഇഷ്ടക്കേടുണ്ടാക്കുന്ന യാതൊന്നും പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമുണ്ടോ അമ്മായി? കയ്യും കളവുമായിട്ട് പിടി വീണിട്ടും അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ല പേട മേടിച്ചിട്ടും വീണ്ടും ഈ വീട്ടിൽ തുടരുന്ന ഇവന്റെ തൊലിക്കട്ടി അപാരം തന്നെ. ഇവനെ ഉപദേശിക്കുന്ന സമയത്ത് അമ്മായിക്ക് പോയി വല്ല ചെടിക്കും വെള്ളം ഒഴിക്കാൻ മേലെ.
അത്യാവശ്യത്തിന് ചെവിയിൽ വെക്കാൻ ഒരു പൂവെങ്കിലും കിട്ടും. എടി ഡാ, വേണ്ട. ഇങ്ങോട്ട് വന്നേ. എടുത്ത് ചാടണ്ട നീ. സമയം വരുമ്പോ ആരുടെ ചെവിയില പൂ ചൂടാൻ പോന്നെന്ന് നീ കണ്ടോ? ആ, ഇവളൊരു വഴിക്കാക്കിയില്ലെങ്കിൽ എന്റെ പേര് ഞാൻ ഈ വീട്ടിലെ നായിക്കിടും. നിന്റെ മനസ്സിലെ നടക്കാത്ത ആഗ്രഹം നീ അങ്ങ് മറന്നേക്ക്. എന്റെ ചേട്ടന്റെ മകൻ ആദർശ് നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അറിയാലോ, നിന്റെ ചെറുപ്പത്തിലെ കളിയായിട്ട് പറഞ്ഞ കാര്യമാണെങ്കിലും നിന്റെ അമ്മാവൻ ഇത് ഏകദേശം ഉറപ്പിച്ച മട്ടില്ല. ഈ ബന്ധത്തിനെങ്ങാനും എതിര് നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കില് പിന്നെ ജീവനോടെ ഞാൻ ഭൂമിയിലുണ്ടാവില്ല. നീ ഓർത്തോ. ഹലോ ശ്രീ. ഹരീഷ്, എന്നെ പെണ്ണ് കാണാൻ അടുത്ത ദിവസം അമ്മാവിന്റെ മകൻ വരുന്നുണ്ട്. എന്താ ശ്രീ നീ പറയുന്നത്? അമ്മാവൻ സ്ത്രീധനത്തിന്റെ കാര്യത്തില് വിട്ടുവീഴ്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഏട്ടനെ കൊണ്ടും അച്ഛനെ കൊണ്ടും വിവാഹം നടത്താൻ സമ്മതിപ്പിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ ശ്രീ? നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? അതല്ലേ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നം. അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല ഹരീഷ്. എന്റെ വീട്ടുകാരെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാനാവില്ല. അതിനുള്ള ധൈര്യം എനിക്കില്ല. ഇതെന്താ ശ്രീ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരോടോ നീ സംസാരിക്കുന്നേ? ആരോടായാലും അമ്മയ്ക്ക് എന്താ? അമ്മ പോയി അമ്മയുടെ പണി നോക്കിയേ. ഹലോ ശ്രീ. മോളെ, ആരോടാ നീ സംസാരിക്കുന്ന? ഏട്ടാ, അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുമായിരുന്നു. എന്താ ഏട്ടാ? ആ ശരി, നീ സംസാരിക്ക. പിന്നെ എന്റെ 2 ഷർട്ട് ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അയൺ ചെയ്തേക്കണേ. ശരി ശരി മോളെ. ഹലോ ഹലോ ശ്രീ. ഹലോ ശ്രീ. പെട്ടെന്ന് ഏട്ടൻ വന്നു. ഞാൻ വെക്കുവാണേ. ബൈ. അയ്യോ വെക്കല്ലേ, 1 മിനിറ്റ്. രാധേ, എടി രാധേ. ആ, പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ മേൽപോട്ട്. സാധാരണക്കാരെങ്ങനെ ജീവിക്കാനാ? എന്ന് കരുതി ആവശ്യത്തിനുള്ളത് വാങ്ങാതിരിക്കാൻ പറ്റുമോ? ഓ, എന്ത് പറയാനടാ. ആ പണയം വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ പലിശ അടച്ചില്ലെങ്കിൽ സ്വർണം മുങ്ങിപ്പോകും. ഒരാവശ്യം വന്ന സഹായം ചോദിക്കാൻ നമുക്കൊക്കെ ആരാ ഉള്ളത്? നിന്റെയൊക്കെ യോഗം.
നിന്റെ ഭാര്യയുടെ അച്ഛൻ കോൺട്രാക്ടർ ഇല്ലേ? നീ ഒരു 10,000 രൂപ അങ്ങനെ വാങ്ങിച്ച കളിയാ. ബാക്കിയോ? എടാ ബാക്കി ഞാനിവിടെ വൈഫിന്റെ അച്ഛനെ നിന്ന് മേടിച്ചോളാം. ഓ പിന്നെ ചെറിയ എമൗണ്ട് ഒക്കെ പ്രിയയുടെ അച്ഛൻ അറേഞ്ച് ചെയ്ത് തരും. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛാ, കയ്യിലൊരു 5,000 രൂപ കാണുമോ? ഈ പ്രിയയുടെ സ്വർണത്തിന്റെ പലിശ അടയ്ക്കാനായിരുന്നു. 5,000 അല്ലേ? എന്റെ കയ്യിലില്ല. എന്നാ ഒരു 3,500 ഉണ്ടാവും. എന്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ 800 രൂപയാ. ഇത് വേണമെങ്കിൽ മോനെടുത്തു. 800 4,200 കുറവുണ്ട്. സാരമല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പോടേ. എന്നെ എന്തിനാ നോക്കുന്നേ? പാവം ചേട്ടൻ. ഇനി ബാക്കി പണം കൂടെ ഉണ്ടാക്കണ്ടേ? വേണം വേണം. ശങ്കരനൊത്ത ചക്കി തന്നെ നീ. പെണ്ണ് കാണൽ ചടങ്ങിനായി ഡോക്ടറോട് വാങ്ങിച്ച കാശിന്റെ ബാക്കിയാ, അതും പോയി. ശ്രീ എവിടെ പ്രിയേച്ചി? അവള് റൂമിലുണ്ട്. അവളിതുവരെ റെഡി ആയില്ലേ? അവള് റെഡിയാവുന്നുണ്ട് മോളെ. മോള് പോയി അവളെ ഒന്ന് സഹായിക്കേ. ശരി രാധമ്മേ. നോക്കിയെ കണ്ട് നീ പോയി ചായ ഉണ്ടാക്കണേ രാധമ്മേ. അവരിങ്ങനെ തറയി. അയ്യോ, അത് ശരിയാണല്ലോ. ശ്രീ, എന്താ ശ്രീ, എന്തു പറ്റി? എന്താ രമ്യ? അല്ല, നീ എന്താ ഒരുങ്ങാത്തെ? ഈ ഒരുക്കൊക്കെ മതി. എപ്പോഴും നമ്മള് അണിഞ്ഞൊരുങ്ങിയൊന്നുമല്ലല്ലോ നടക്കാറ്. അപ്പോ ഇങ്ങനെ എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട മതിയെന്ന് കരുതി. നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിനക്കെന്താ ഇപ്പോ വിവാഹം വേണ്ടാന്നുണ്ടോ? അതോ ഈ ബന്ധത്തിന് താല്പര്യല്ലേ? ഓ, എന്റെ താല്പര്യത്തിലൊക്കെ എന്തിരിക്കുന്നു? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ ശ്രീ, എന്തു പറ്റി? വേണ്ട, രമ്യയോടത് പറഞ്ഞാൽ ശരിയാവില്ല. ഒന്നുമില്ല രമ്യ, ഞാനൊരു തമാശ പറഞ്ഞതാ. പിന്നെ ഒരുക്കത്തിലൊക്കെ എന്തിരിക്കുന്നു? എന്നെ അറിയാവുന്ന ആളല്ലേ ആദർശ്. ചെറുപ്പം തൊട്ട് എന്നെ കാണുന്ന ആളുമാണ്. അതാ ഞാൻ. ഓ, അത്രേ ഉള്ളോ? ഞാനാകെ പേടിച്ചു പോയി. ഇരിക്കടാ. ഇരിക്കട്ടെ. അവിടെ ഇരിക്കുക. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഓ, എന്തൊരു പാടാ ഇവിടം വരെ ഒന്ന് എത്തിച്ചേരാൻ. റോഡ് മുഴുവൻ കുണ്ടും കുഴിയാ. ഇടയ്ക്കൊക്കെ നിന്റെ ശരീരം ഒന്ന് അനങ്ങട്ട ഗിരിജേ. നിങ്ങൾ ഇതുവരെ ഈ വീട്ടിന്റെ കോലമൊന്നും മാറ്റിയില്ലേ? ഇത്ര വർഷമായിട്ട് നിങ്ങൾ എന്താ ഇതൊന്നും മെയിൻറ്റെയിൻസ് ചെയ്യാത്തെ? അതിന് കല്യാണം കഴിഞ്ഞ് നിന്റെ മോനെ ഇങ്ങോട്ടാണോ വിടുന്നത്? അല്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കെ. കേട്ടോരാതെ, ഇപ്പോഴും ഇവളുടെ നാവിന് ഒരു ലൈസൻസും ഇല്ല. നിങ്ങൾ എവള് പറയുന്നതെന്നും കാര്യമാക്കണ്ട.
അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കാര്യമാക്കിയിരുന്നെങ്കിൽ അച്ഛനും മോനും കൂടെ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു. എന്റെ പൊന്നമ്മേ, ഒന്നും മിണ്ടാതിരിക്കേ. ആ രാജു, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? നന്നായി പോകുന്നു ആദർശ്. ആ നിങ്ങളുടെ കമ്പനിയുടെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുവാണല്ലേ സിറ്റിയില്? ആ അതെ രാജു, എനിക്കാണ് സൈറ്റിന്റെ ചാർജ്. ശരിക്കും പറഞ്ഞ ആ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുമ്പോ നമ്മുടെ സിറ്റിയുടെ തന്നെ മെയിൻ അട്രാക്ഷൻ ആയിരിക്കും ആ ബിൽഡിംഗ്. ഓക്കെ. ചേച്ചി ഗസ്റ്റുകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. എൻഗേജ്മെന്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ രാജു നോക്കിക്കോളും. പ്രതാപ, ഇപ്പോഴും രാജു തന്നെയല്ലേ ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻസിന്റെ അറേഞ്ച്മെന്റ് നടത്തുന്നത്? ഞാൻ പറയുന്നത് ഇത്തവണ ദീപക്കിനൊരു അവസരം കൊടുക്കണമെന്നാ. അവന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം നൽകിയാലല്ലേ അവനും എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ പറ്റൂ. അതെ അമ്മാവ, ഒരേ ഒരു ചാൻസ് താ. രാജുവിനേക്കാൾ നന്നായി ഞാൻ എല്ലാം കൈകാര്യം ചെയ്ത് കാണിച്ചു തരാം. വേണ്ട, രാജു തന്നെ ചെയ്യട്ടെ. ഞാനത് മുൻപ് തന്നെ തീരുമാനിച്ചതാ. രാജു ആണെങ്കിൽ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെന്തിനാ ഒരു പുതിയ പരീക്ഷണം?